കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി ഒരു വയോധികയുടെ മാല കവർന്നു. വെള്ളിപ്പറമ്പ് സ്വദേശി സുജാതയുടെ മാലയാണ് മോഷണം പോയത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, യഥാർത്ഥത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഈ വയോധികയുടെ മാല ഈ മോഷ്ടാവിന് കവർന്നുകൊണ്ടുപോകാൻ കഴിഞ്ഞത്? ഗുഡ് മോർണിംഗ്. ഇന്നലെ സന്ധ്യയ്ക്ക് 6:30 മണിക്ക് നടന്ന മോഷണമാണിത്. ഈ സമയത്ത് തൻ്റെ മകളുടെ പെരുവയലിലുള്ള വീട്ടിൽ സുജാത എന്ന 62-കാരി ഒറ്റയ്ക്കായിരുന്നു. വീടിനകത്തെ കുളിമുറിയിൽ നിന്ന് കുളിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് മാസ്ക് ധരിച്ച ഒരാൾ വീട്ടിലെ ഷെൽഫ് പരിശോധിക്കുന്നത് കണ്ടത്. സുജാത ഉടൻ തന്നെ ബഹളം വെച്ചു. പെട്ടെന്ന് ഈ മാസ്ക് ധരിച്ചെത്തിയാൾ സുജാതയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും ഒപ്പം കയ്യിലെ സ്വർണ്ണവളയും വലിച്ചു പറിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. സുജാത ഇതിനെ പ്രതിരോധിച്ചു. പക്ഷേ ഈ മോഷ്ടാവിൻ്റെ കയ്യിൽ സുജാതയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല ലഭിച്ചു. അയാൾ അതുമായി കടന്നു കളയുകയും ചെയ്തു. ഏതാണ്ട് 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും ലോക്കറ്റുമാണ് ഈ മോഷ്ടാവിന് കവർന്നെടുക്കാനായി കഴിഞ്ഞത്. സുജാതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ മാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മോഷണ ശ്രമം പ്രതിരോധിക്കുന്നതിനിടെ സുജാതയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ കൈക്കാണ് പരിക്ക് പറ്റിയത്. ആദ്യം അവരെ അവിടെയുള്ള ഒരു ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. പരിക്ക് വലിയ ഗുരുതരമല്ല. ഏതായാലും പോലീസ് നിലവിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പരിസരമൊക്കെ അറിയുന്ന, ഈ വീട്ടുകാരെയൊക്കെ അറിയുന്ന ഒരാളാകാം ഈ മോഷണത്തിന് പുറകിലുള്ളത് എന്ന ഒരു സംശയത്തിലാണ്, അങ്ങനെയുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് മാവൂർ പോലീസ് ഇപ്പോഴുള്ളത്. SKN.